ദ റിയൽ കേരള സ്റ്റോറി എന്ന തലക്കെട്ടോടെയാണ് ഈ വീഡിയോ പ്രചരിച്ചത്. അക്കരമ്മൽ ശേഖരൻ എന്ന ആനയുടെയും സൈനുദ്ദീന്റെയും ആത്മബന്ധം തുടങ്ങിയിട്ട് 20 കൊല്ലമായി. താമരശ്ശേരി സ്വദേശിയായ സൈനുദ്ദീനാണ് ആനപ്പാപ്പൻ. സൈനുദ്ദീൻ നമ്മുടെ ശരിയാണ്. ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഒരു നോമ്പ് തുറയിലൂടെ കേരളം ഒന്നടങ്കം നെഞ്ചിലേറ്റിയ നമ്മുടെ കോഴിക്കോട്ടുകാരൻ അക്കരമ്മൽ ശേഖരൻ്റെ ഒന്നാം പാപ്പാനായിട്ടുള്ള സൈനികയും അതുപോലെ തന്നെ ശേഖരൻ്റെ മുതലാളിയുമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ വൈറലായിട്ട് എല്ലാവരും ജാതിഭേദമന്യേ നെഞ്ചിലേറ്റിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അന്നത്തെ ആ വീഡിയോ വൈറലാകുമെന്ന് ആൾക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? എന്തായിരുന്നു അവിടെ നടന്നതെന്നുള്ള ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ആളോട് തന്നെ ചോദിച്ചാലോ? കമോൺ സൈനിക. ഹായ് പറയൂ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എന്താ വിശേഷം? സുഖല്ലേ? സുഖമായിട്ട് പോണ്. അൽഹംദുലില്ലാഹ്. ഭയങ്കര തിരക്കിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നോമ്പ് കാര്യങ്ങള് പരിപാടി, അതിൻ്റെ ഒപ്പം ഫാൻസുകാർ കൂടി ഭയങ്കര വലിയ തരംഗമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇപ്പോഴത്തെ പോയിക്കൊണ്ടിരിക്കുന്ന വിശേഷം? ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്, ന്യൂസുകളൊക്കെ എനിക്ക് അയച്ചു തരാറുണ്ട്. ഹാപ്പി ആയിട്ട് പോണ്. സന്തോഷം അറിയിക്കുകയാണ്. നമ്മളിപ്പോ സ്ഥിരം പോണ പൂര കമ്മിറ്റി ആയാലും അതുപോലെ തന്നെ നേർച്ച കമ്മിറ്റി, പള്ളി പെരുന്നാള്, അവരൊക്കെ സന്തോഷം അറിയിക്കുന്നുണ്ട്. ഇങ്ങനെ വീഡിയോ കണ്ടതിൽ മുന്നത്തേനേക്കാളും ഒരുപാട് ഫാൻസ് അല്ലേ, ഒരുപാട് മെസ്സേജുകളൊക്കെ വരുന്നില്ലേ? ഫാൻസിൽ ഒക്കെ മെസ്സേജുകളൊക്കെ വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ അത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ സീസണിലെ ഇപ്പൊ 3 വർഷത്തോളായിട്ട് നമ്മള് നോമ്പിന്റെ സമയത്ത് നോമ്പ് സമയം കയറി വന്നിട്ടുണ്ട്. സീസൺ സമയം അല്ലേ? ഇപ്പൊ 3 സീസണില് നോമ്പ് ഇങ്ങനെ പൂര സമയത്താണ് കയറി വന്നത്. ആദ്യമൊക്കെ പറഞ്ഞാൽ പൂരം കഴിഞ്ഞിട്ടാണ് നോമ്പ് വരാറുള്ളത്. ഇപ്പൊ പൂര സമയത്താണ് നോമ്പ് വരാറുള്ളത്. എന്നാലും നോമ്പ് അങ്ങനെ വിടാറില്ല. എല്ലാ സീസണിലും എടുക്കാറുണ്ട്. 3 വർഷങ്ങളോളായിട്ട് ഒറ്റ നോമ്പ് വിടാറില്ല. ആവുന്ന സമയങ്ങളിലൊക്കെ എടുക്കാറുണ്ട്. അപ്പോ ഇതുപോലെ തന്നെ ആ കമ്മിറ്റി അന്ന് ചെയ്ത കമ്മിറ്റിയുടെ സപ്പോർട്ട് എല്ലാ കമ്മിറ്റിക്കാരുടെ അടുത്തൊന്നും കിട്ടാറുണ്ടോ നോമ്പിന്റെ സമയം? എല്ലാരും പല രീതിയിലാണ് ട്രീറ്റ് ചെയ്യാറ്. അന്ന് എന്താന്ന് വെച്ചാല് ആ സമയത്ത് 5-ാന്റെ കൂട്ടെഴുന്നള്ളിപ്പായിരുന്നു. അപ്പോൾ നോമ്പുണ്ട് അറിഞ്ഞ സ്ഥിതിക്ക് ആ കമ്മിറ്റിയിൽപ്പെട്ട ആള് ഭക്ഷണം കൊണ്ടു തന്നിട്ട് അവര് പോയി. അപ്പോൾ ആ കമ്മിറ്റിയിൽപ്പെട്ട ആള് ഒരു വീഡിയോഗ്രാഫറോട് പറഞ്ഞ ആള് നോമ്പ് തുറക്കാണ്. അയാള് ഞാൻ അറിയാതെ വീഡിയോ ചെയ്ത് അങ്ങനെ ആളുകളെത്തി, അങ്ങനെ വൈറലായി. കമ്മിറ്റിയിൽപ്പെട്ട ആളാണോ വീഡിയോ പകർത്തിയത്? അല്ലല്ല, കമ്മിറ്റിയിൽപ്പെട്ട ആള് പറഞ്ഞതാണ്. വീഡിയോ ചെയ്യുന്ന ആളോട് പറഞ്ഞതാണ് ആള് നോമ്പ് തുറക്കാണ്. അപ്പൊ അങ്ങനെ ആ വീഡിയോ ജനങ്ങൾ മൊത്തം അത് ഏറ്റെടുത്ത് എന്നുള്ളതാണ് സത്യം. അവർ ഏറ്റെടുത്തുന്നുണ്ട്. അതെ. ഇപ്പൊ ഇങ്ങനെയാണ്. ഇന്ന് നോമ്പുണ്ടല്ലോ അല്ലെ? നോമ്പുണ്ട്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സലീംക എന്താണ് ഇപ്പൊ ഇതിനെ കുറിച്ചിട്ട് എല്ലാം പറയുന്നത്? ചെറിയ സമയം കൊണ്ട് കേരളം ഒന്നടങ്കം ഏറ്റെടുത്തുന്നതാണ് ജാതി മത ഭേദമന്യേ. ആ കരുതലും ആ സ്നേഹവും, ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. ഇതാണ് നമ്മൾ എല്ലാവരും കൂടി മനസ്സിലാക്കേണ്ടത് എന്നാണ് ഈ ഒരു നിമിഷത്തിൽ നമ്മൾക്ക് പറയാനുള്ളത്. ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് കാര്യങ്ങളും മതങ്ങളും നോക്കിയിട്ട് വിമർശനം കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ ഇതില് പറയുമ്പോ എല്ലാ മതങ്ങളും ഏറ്റെടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതിനെ ചെറിയ നിമിഷം കൊണ്ട് തന്നെ വൈറലാക്കി. അതാണ് നമ്മുടെ യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും സൈനിക, അന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന ഈ ഒരു വീഡിയോ ആരും ഒരു പുറകിൽ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടായിരുന്നു, സൈനിക അങ്ങോട്ടൊന്ന് നോക്കും ഇങ്ങോട്ട് ശ്രദ്ധിക്കും, അന്നേരം വിചാരിച്ചായിരുന്നു ഈ ഒരു വീഡിയോ ഭയങ്കര കത്തി വൈറലാവും എന്നുള്ളത്? അങ്ങനെ വൈറലാവെന്ന് കരുതിയിട്ടില്ല. വീഡിയോ എടുത്ത് ആള് കുറഞ്ഞ ആന ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യൂ എന്ന് മാത്രമേ കരുതിയിട്ടുള്ളൂ. അതിനപ്പുറം പോയല്ലേ? അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. ഇന്ന് ഞങ്ങളുടെ ഈ ഒരു തിരക്കിൻ്റെ ഇടയിലും ഇത്തിരി സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിന് സലീംക ഒരുപാട് സന്തോഷം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇന്ന് നമ്മൾ ശേഖരൻ വന്നിരിക്കുന്നത് പൊക്കുളങ്ങര പൊളക്കൻ എന്ന കമ്മിറ്റിയോടൊപ്പമാണ്.